തിരൂർ മുനിസിപ്പാലിറ്റിയും അക്ഷര എഡ്യൂക്കേഷണൽ ട്രസ്റ്റും സംയുക്തമായി SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം സംഘടിപ്പിച്ചു. രക്ഷിതാക്കൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും ഒരുക്കി. കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ, തിരൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അക്ഷര എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്നിവ സംയുക്തമായാണ് പരിപാടി ഒരുക്കിയത്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ഇതോടൊപ്പം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും നടന്നു. മികവ് 2026 എന്ന പേരിൽ തിരൂർ ടൗൺ ഹാളിൽ ഒരുക്കിയ പരിപാടി നഗരസഭാ ചെയർമാൻ കീഴേടത്തിൽ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു. കാരണം SSLC കഴിഞ്ഞ് ഒരു പ്രീ ഡിഗ്രി പഠിച്ച് പോകുന്നത് അതിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വിവിധ മാറ്റങ്ങൾ വന്നു. കാലഘട്ടങ്ങൾക്കനുസരിച്ച മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വന്നു. ഇന്ന് ചില കുട്ടികളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല വേദികളിലും പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു ആത്മാർത്ഥതയും അഭിമാനവും. ഐ ആം ഇൻ ഇന്ത്യ, മൈ നെയിം ഈസ് എന്താണ് അവരുടെ പേര്, അതൊക്കെ പറഞ്ഞിട്ട് അവർ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അഭിമാനം കൊണ്ട് നമുക്കിങ്ങനെ വലിയൊരു രോമം എടുത്ത്. കാരണം അത്തരം ചില പ്രോഗ്രാമുകളൊക്കെ വിവിധ രാജ്യങ്ങളിൽ നടത്തുന്ന കുട്ടികളുണ്ട്. നമ്മുടെ ഈ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക ഏതൊരു രക്ഷിതാക്കൾ ഈ A+ ഇപ്പം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് A+ന്റെ പിന്നിലാണ് എല്ലാവരും. എത്ര A+ ആ A+ലേക്ക് പോവാതെ നമ്മുടെ മക്കളുടെ അച്ചടക്കവും വിദ്യാഭ്യാസവും അവരുടെ പെരുമാറ്റവും അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതിന് നല്ല ഗൈഡൻസ് കൊടുത്ത് ഇന്നൊക്കെ ഈ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് അത്യാവശ്യം നല്ല വിദ്യാസമ്പന്നരാണ്. പഴയ കാലത്തെ പോലെയല്ല. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാസർ പൊട്ടച്ചോല അധ്യക്ഷനായി. കരിയർ വിദഗ്ധൻ ഡോക്ടർ റോജസ് ജോസ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി, തിരൂർ DEO ശ്രീജ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T അബൂബക്കർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ അൻവർ, കൗൺസിലർമാരായ യാസർ പയ്യോളി, ഷഹീദ്, സാജിറ, മൊയ്തുഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ.